അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണോ ഉള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാൻ്റെ അടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാരനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ടമ്മ. എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം, എന്നിട്ട് ഇയാൾ നമ്മളെന്താ സംസാരിക്കും. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് കരയണോ ചിരിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ സത്യം പറഞ്ഞ. ഈ ഒരു പെണ്ണുരുത്തിയുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ ചിരിക്കാണ്ടിരിക്കുക? ഈ പെണ്ണുരുത്തിനെ എന്താണ് വിളിക്കേണ്ടത്? ഈ സജ്ന ഫിറോസ്, അയ്യോ സോറി ഫിറോസ് ഇനി പറയാൻ പറ്റത്തില്ലല്ലോ, സജ്ന പൂക്കുറ്റി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോ അങ്ങനെയുള്ള ഈ പെണ്ണുരുത്തിനെ ഞാൻ പിന്നെ മറ്റെന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഇവളെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് മൊത്തത്തിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവളിങ്ങനെ തരംഗമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ രേണുസുതി ഒന്ന് സൈഡായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എപ്പോൾ നോക്കിയാലും കാണുന്നത് നമ്മുടെ രേണുസുതിനാണെന്നുണ്ടെങ്കിൽ ഇത്തവണ രേണുസുതിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത് സജ്നയാണ്. സജ്നയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫിറോസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ഫിറോസിന്റെ കയ്യിൽ ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഫിറോസ് എന്തിനാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ തെളിവുകളെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴച്ച് ഒന്ന് പരുവത്തിലാക്കാനായിട്ട് എടുത്ത സമയമായിരിക്കാം. പക്ഷേ അത്രയധികം ആരോപണങ്ങൾ ഫിറോസിനെതിരെ വന്നിട്ട് പോലും ഫിറോസ് സജ്നയ്ക്കെതിരെ ഇങ്ങനെ ഒളിയമ്പ ചെയ്തു എന്നല്ലാതെ നേരിട്ടൊരു ഫൈറ്റിന് മുതിർന്നിരുന്നില്ല. ഇപ്പോൾ ഫിറോസ് ഇത്രയും വീഡിയോസ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തെളിവുകളും മറ്റുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇനി നമ്മുടെ ഈ പറയുന്ന സജ്ന എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് സജ്ന ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല എന്നാണ്. ഫിറോസ് ഭയപ്പെടുന്നത് ഫിറോസിനെതിരെ ഇവരെന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ്. ഇപ്പൊ ഫിറോസ് പറയുന്നത് എന്നെ ചിലപ്പോൾ കൊലപാതകം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും കേസിൽ പെടുത്താനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ഫിറോസ് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന 2 വ്യക്തികളുണ്ടല്ലോ ഇപ്പൊ മൊത്തത്തിലാകെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഫിറോസ് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും കാര്യങ്ങൾ തെളിവ് സഹിതം പറയുന്നത് ഇവർ കരുതി കാണില്ല, അല്ലെങ്കിൽ ഇത്രയും തെളിവുകൾ ഫിറോസിന്റെ കയ്യിലുണ്ടെന്നും ഇവർ കരുതി കാണില്ല. ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് പറയണം, സോഷ്യൽ മീഡിയയിലൂടെ വന്നൊരു പ്രതികരണം നടത്തണോ, എന്ത് പറയും, എങ്ങനെ ജനങ്ങളെ ബോധിപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും, ഇവരോട് എന്ത് പറയും എന്നുള്ള ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിൽ ആണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത് ഒന്നും തന്നെ ഫിറോസിനെതിരെ അവർ ചെയ്യാനും പോകുന്നില്ല. ഇപ്പൊ നിലവില്, ഭാവിയിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കാം, കിട്ടുന്ന ഒരവസരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരാം. നിലവില് അവർക്ക് നല്ല ഭയപ്പാടുണ്ടാവും ഇപ്പൊ എന്ത് ചെയ്താലും അത് പണിയാവും എന്നുള്ളത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സജ്നയുടെ അവസ്ഥ എന്ന് പറയുന്നത് തല ഒന്ന് ഇങ്ങനെ ഉയർത്താൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് സജ്ന നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജനങ്ങൾക്കും, എനിക്ക് തോന്നുന്നു ഇവരുടെ വീഡിയോ കണ്ടവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് സജ്നയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. ഒരാളാണെങ്കിൽ പോട്ടെ, 2 ആളാണെങ്കിൽ പോട്ടെ, ഇത് 2ഉം കഴിഞ്ഞ് 3ഉം കഴിഞ്ഞ് 4ഉം കഴിഞ്ഞ് സത്യം പറയുന്നത് എൻ്റെ കയ്യിൽ വിരലിൽ എണ്ണാവുന്നതിൽ അപ്പുറമുള്ള ബന്ധങ്ങളാണ് സജ്നയെ കുറിച്ച് ഫിറോസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. നാണക്കേട് ഇതിൽ പരം ഉണ്ടോ എൻ്റെ പെങ്കൊച്ച് എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. നാണക്കേടെന്നല്ല, അതിലപ്പുറം
അപ്പുറം പണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തതെന്ന് തന്നെയാണ് ആ വീഡിയോയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു കാര്യം. സത്യത്തിൽ എനിക്ക് അതിൽ തോന്നിപ്പോയിട്ടോ, ഇനി റസിൽ പൂക്കിറ്റി പെട്ടുപോയതാണോ എന്ന് തോന്നിപ്പോയി എനിക്ക്. സത്യത്തിൽ ഇത്രയൊക്കെ ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് റസൂലിൻ്റെ ഫാമിലിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ആ വയ്യാത്ത വൈഫ്, മക്കള്, അവരുടെ ഫാമിലി ഈ സമയത്ത് അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു മാനസിക സംഘർഷമായിരിക്കും. ഇപ്പോൾ റസൂലിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് ആർക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല. തെറ്റിൽ ചെയ്തിട്ട് തന്നെയാണ് അയാൾ അനുഭവിക്കുന്നത്. പക്ഷേ അയാളുടെ ഫാമിലി, അയാളുടെ മക്കള്, അല്ലാന്നുണ്ടെങ്കിൽ ആ വയ്യാത്ത ഭാര്യയൊക്കെ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് അത് വല്ലാത്തൊരവസ്ഥയാണ്. അവരോട് എനിക്ക് ഭയങ്കരമായിട്ട് സഹതാപം തോന്നുന്നുണ്ട്. പക്ഷെ വേറെ വഴിയില്ലല്ലോ. സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു വഴിക്ക് പോയതെന്ന് നിങ്ങൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഒരു പെണ്ണിൻ്റെ പുറകെ നടന്ന് അതല്ല രസം, അതല്ല നോക്കണം, ഗർഭം ഉണ്ടാക്കാൻ നടക്കല്. അതാണ് അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഗർഭം അതലസിച്ച് പോയി എന്ന് പറയുന്നു, രണ്ടാമത്തെ ഗർഭം അതെങ്ങനെയോ പോയി എന്ന് പറയുന്നു, പിന്നെ മൂന്നാമത്തെ ഗർഭം. സത്യത്തിൽ ഇവർക്ക് ഗർഭം ഉണ്ടാക്കലായിരുന്നു പണി എന്ന് അടക്കം തോന്നിപ്പോയി. അല്ല, ഗർഭം ഉണ്ടാക്കുന്നു, അലസിപ്പിക്കുന്നു, ഉണ്ടാക്കുന്നു, അലസിപ്പിക്കുന്നു. അല്ല, ഇതിന് എന്തിനുള്ള പരിപാടി? എന്നിട്ട് ചോദിക്കുന്നു 3 കോടി, കോടികൾ, 10 കോടി, 3 കോടി. ആഹാ, എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു ഈ കോടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു കോടികളുടെ കണക്ക് മാത്രം അതിൽ പറയുന്നത് കേട്ടായിരുന്നു. ആ വോയിസ് ക്ലിപ്പിലുണ്ട് 3 കോടി 2 കോടി എന്ന് പറയുന്നത്. അതും പോട്ടെ, മറ്റൊരു സംഭവം, ഈ പറയുന്ന സജിന് ഈ വന്നിരുന്നിട്ട് ഇന്റർവ്യൂസിലും അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റേജ് ഷോകളിൽ, ഈ പറയുന്ന നമ്മുടെ അവാർഡ് അങ്ങനെയുള്ള ഫംഗ്ഷൻസുകളിൽ ഒക്കെ വന്നിരുന്ന സ്റ്റൈലായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കൂതറയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. അല്ല, നമ്മളൊരാളുടെ ഗെറ്റപ്പ് കണ്ടിട്ട് അയാളെ വിലയിരുത്തുന്നത് അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു കാര്യം കൂടിയായിരുന്നു. ഇതൊന്നും നിങ്ങളൊന്ന് കേട്ടു നോക്കി. മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. എങ്ങനെയുണ്ട് സജനയുടെ സംസാര രീതി? ആഹാ, കാണുന്ന പുറമേക്കുള്ള തൊലി വെളുപ്പ് വെച്ചിട്ട് ഒരാളെ അളക്കരുത്, അല്ലെങ്കിൽ മേക്കപ്പിന്റെ ഗുണം കൊണ്ടോ നല്ലൊരു ഡ്രസ്സിങ് കൊണ്ടോ നമ്മൾ ഒരാളെ അളക്കരുത് എന്ന് പറയുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. എന്തൊരു തറയാണ് ഇവര്, കൂതറ, വായിൽ നിന്ന് വരുന്ന വർത്തമാനത്തിന് നാറിയ വർത്തമാനം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ ആയിരുന്നോ ഇവരെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിതൊക്കെ അറിയാനായിട്ട് നമ്മളിപ്പോൾ ഓരോ പേഴ്സണൽ ലൈഫ് ഒന്നും ചൂഴ്ന്നു നോക്കിയിട്ടില്ല. ഇവരുടെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലിട്ട് തുറക്കുന്ന സമയത്ത് നമുക്കത് എന്തായാലും അറിഞ്ഞ സമയത്തൊന്നും വലിച്ചിക്കറാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. എന്തായാലും ഒരു പെണ്ണെന്ന നിലയിൽ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ, അതും സ്വന്തം ഭർത്താവായിരുന്ന വ്യക്തി സ്വന്തം ഭാര്യയെ കുറിച്ച്, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഭാര്യയല്ല എന്നുണ്ടെങ്കിൽ പോലും മുൻ ഭാര്യയെ കുറിച്ച് വന്നിരുന്ന് പറയുന്ന കഥകൾ, അതും അവര് അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടായിരിക്കുന്നു എന്ന് ഊഹിച്ചു നോക്കിയിരിക്കുക. ഫിറോസിന്റെ എത്രത്തോളം തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ, അല്ലെങ്കിൽ തൻ്റെ കൂടെ വർഷങ്ങളോളം ജീവിച്ച ഒരു സ്ത്രീ, അവരെക്കുറിച്ച് ഇത്രയും മോശമായി, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് തന്നെ വരുന്ന ഓരോ വർത്തമാനങ്ങളും കേൾക്കുന്ന സമയത്ത് ഫിറോസിന് തോന്നേണ്ട വികാരം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഫിറോസിന് ഇപ്പം മനസ്സിലെന്താണെന്നത് അല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ആ മനുഷ്യനെ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഈ ഫിറോസിനെ കുറിച്ച് സജനി അടുത്ത് വന്നിട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മോശമായിട്ട്. ഞാൻ ഫിറോസിനെ കുറിച്ച് സംശയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും തോന്നിയിരുന്നു ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ ഫിറോസ് എന്ന്. സാമാന്യം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം ഇതൊക്കെ കേട്ടപ്പോഴാണ് ചില കാര്യങ്ങളുണ്ടല്ലോ, ചിലർ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ. സത്യമാണോ നോണയാണെങ്കിൽ അല്ല, എന്താണ് എന്ന് അറിയില്ലെങ്കിൽ പോലും അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അത് തന്നെയായിരുന്നു ഞാൻ ഫിറോസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പെണ്ണ് വന്നെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ ഈ ഫിറോസ് ഇങ്ങനെ ഒരു മനുഷ്യനായിരിക്കും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സജന വിട്ടു പോയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആവും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തെളിവുകൾ സഹിതം, അന്ന് സജന വായ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫിറോസ് തെളിവുകൾ സഹിതമാണ് സജനയ്ക്കെതിരെ രംഗത്ത് വന്നത്. ഇനി സജനയ്ക്ക് ഒന്നും പറയാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഒന്നും പറയാൻ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ സ്വന്തം വോയിസ് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതും റസൂൽ പൂക്കിറ്റിയുമായിട്ട് സംസാരിക്കുന്ന വോയിസ്, എത്ര തവണ പ്രഗ്നന്റ് ആയി എന്നുള്ളത്, എത്ര കോടി വേണം എന്നുള്ളത്, എനിക്ക് എന്ത് വേണം എന്നുള്ളത്, നമ്മൾ തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന അതുപോലത്തെ നാറിയ വർത്തമാനങ്ങളുടെ വോയിസാണ് പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയില്ലെങ്കിൽ പോലും ഇത് ഒരു രഹസ്യമായ പരസ്യമായിരുന്നു. ഇപ്പോൾ അത് പരസ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പെണ്ണുരുത്തിയുടെ അടുത്ത് നമുക്കൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മക്കളില്ലേ? ആ കുഞ്ഞു മക്കളെ കുറിച്ച് നിങ്ങളൊരു സ്ത്രീ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലേ? അവരെ
വളർത്താൻ വേണ്ടിയാണ് നീ ഈ പണിക്ക് പോയെന്ന് മാത്രം പറഞ്ഞേക്കരുത് കേട്ടോ. ഇതിലും ഭേദം ആ കുഞ്ഞു മക്കളെ നീ വേറെ ആർക്കെങ്കിലും വളർത്താനായിട്ട് കൊടുത്താൽ പോലും ഇത്രയും ഗതികേട് നിനക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നാണ് ഇതിൽ എനിക്ക് തോന്നിയത്. അല്ലാതെ അവരെ വളർത്താൻ വേണ്ടി എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നൊന്നും പറഞ്ഞേക്കല്ലേ, അത് പറയരുത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അത് തന്നെയാണ് എനിക്ക് റസൂൽ പൂക്കുറ്റിയുടെ അടുത്ത് പറയാനുള്ളത്. സ്വന്തം ഭാര്യ, മക്കൾ ഇവരെയൊക്കെ മറന്നുകൊണ്ട് ഒരു പെണ്ണിന് പുറകെ, ഒരു പെണ്ണിനല്ല, നീ ഇഷ്ടപ്രകാരം പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എല്ലാവരെയും കണക്കൊന്നും നമ്മൾ എന്തായാലും എടുക്കുന്നില്ല. എന്തായാലും ഈ സജനയുടെ പുറകെ നടന്ന സമയത്ത് ഒന്ന് ചിന്തിക്കായിരുന്നു, നിനക്ക് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട് എന്നൊരു വാക്ക് ചിന്തിക്കായിരുന്നു. ഇപ്പം അവര് ആ വയ്യാത്ത ആ ഒരു സ്ത്രീ പോലും അനുഭവിക്കുന്ന വിഷമം എത്രത്തോളം ഉണ്ടാവും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇതറിഞ്ഞ നിലയ്ക്ക് ഇതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫിറോസിന്റെ കയ്യിൽ ഇനിയും കുറേ തെളിവുകളും കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഫിറോസിനെതിരെ ആരെങ്കിലും ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഫിറോസിനെതിരെ വന്നിരുന്ന് പറയാം നിങ്ങളുടെ കൂട്ടത്തിലിട്ട് ആരെങ്കിലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരുടെയും മനം മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞു വീഴുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചും കണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ സജന നേരത്തെ എടുത്തു ചാടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഇനിയൊന്നും അങ്ങ് എടുത്തു ചാടി അങ്ങ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട എൻ്റെ സജനെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കേട്ടോ.